തീരെ അട്രാക്റ്റീവ് അല്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ 10 മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഗ്രൂമിങ്ങിലും സ്റ്റൈലിങ്ങിലും സ്കിൻ കെയറിലും മേക്കപ്പിലും ഈ ഒരു 10 മിസ്റ്റേക്കുകൾ വരുത്താതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അട്രാക്റ്റീവായിട്ട് തോന്നും. അതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു വീണസ് എന്ന് വെച്ചാൽ ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്താൽ മതിയാവും. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്നാമത്തത് വെയറിംഗ് റോങ് നെക്ക് ലൈൻസ്. നെക്ക് ലൈൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നമ്മളുടെ ബോഡിയുടെ ഹെവിനെസ്സും അല്ലെങ്കിൽ ബോഡി ഷേപ്പും മാത്രമാണ് എപ്പോഴും കൺസിഡർ ചെയ്യുക. പക്ഷേ അത് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, നമ്മുടെ ഫേസിന്റെ ഷേപ്പും അതുപോലെ തന്നെ ഷോൾഡർ എത്രത്തോളം ബ്രോഡർ ആണ് എന്നുള്ള കാര്യം കൂടി കൺസിഡർ ചെയ്യണം. അതായത് മെയിനായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ഫേസ് കുറച്ച് റൗണ്ടർ ആണെങ്കിൽ ആ റൗണ്ട്നെസ് കുറച്ച് കാണിക്കണം എന്നുണ്ടെങ്കിൽ വി നെക്ക് ചൂസ് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ഫേസ് കുറച്ച് ലോങ്ങർ ആണ്, കുറച്ച് നാരോ ആണ്, ചെറുതാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ വീനക്കല്ല നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. കുറച്ചും കൂടി ഒരു റൗണ്ട് നെക്ക്, കുറച്ചും കൂടി ഒരു സ്കൂപ്പ് നെക്ക്, അതൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഷോൾഡർ ഭയങ്കരമായിട്ട് ബ്രോഡർ ആണെങ്കിലും ഈ പറയുന്ന പോലെ വീനക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സ്കൂപ്പ് നെക്ക് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഹോൾട്ടർ നെക്ക് അത് ചൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും നെക്ക് ലൈൻസ് ചൂസ് ചെയ്യുമ്പോഴാണ് ഈ മെയിൻ ആയിട്ട് സെന്റർ ഭാഗത്തേക്ക് അതിന്റെ അറ്റൻഷൻ വരിക. അപ്പൊ ബ്രോഡർ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല ഷോൾഡേഴ്സ്. അപ്പൊ ഈ രണ്ട് കാര്യം കൂടി എപ്പോഴും കൺസിഡർ ചെയ്യണം. ബിക്കോസ് ഫേസ് ആണ് നമ്മളെ എന്താ പറയുക, ഒരാൾ നമ്മളെ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മളെ നോട്ടീസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന ഏത് ഡ്രസ്സാണോ അതിന്റെ നെക്ക് ലൈൻ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റോങ് ഹെയർ സ്റ്റൈൽസ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫേസിനെ ഫ്രെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ എന്ന് പറയുന്നത്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ നോർമലി നമ്മളുടെ യങ് ഏജിൽ മേ ബി ടീനേജ് സമയത്താവാം, അല്ലെങ്കിൽ ഒരു ഇപ്പം 30s അങ്ങനെയുള്ള ഏതൊരു ടൈമിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ, അല്ലെങ്കിൽ ഒരു ഹെയർ കട്ട്, അല്ലെങ്കിൽ ഒരു ഹെയർ കളർ, ഇതൊക്കെ ഒരിക്കൽ നമുക്ക് സ്യൂട്ടായി എന്ന് പറഞ്ഞിട്ട് എല്ലാ കാലത്തും നമുക്കത് സ്യൂട്ട് ആവണം എന്നില്ല. ബിക്കോസ് നമ്മുടെ സ്കിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബോഡി മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഫേസിന്റെ ഷേപ്പ് പോലും ഏജിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ 5 ഇയേഴ്സിലും ശരിക്കും ഒരു മേജർ ചേഞ്ച് ഹെയർ സ്റ്റൈലിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മേജർ ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇപ്പം നോർമലി ലെയേഴ്സ് ഒന്നും കട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒരു 5 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ലെയേഴ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നോക്കാം. സോഫ്റ്റ് ലെയേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ആൻഡ് ദെൻ ഇപ്പം ലെയേഴ്സ് കട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ ലെയേഴ്സ് ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് ബ്ലണ്ട് ആയിട്ടുള്ളതോ മേ ബി കേർവ്സ് മാത്രം, അതായത് എൻഡൊക്കെ ഒന്ന് കേർവ് ആക്കി മാറ്റുക എന്നുള്ള രീതിയിൽ മാത്രം ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാം. ആൻഡ് ഓൾസോ ഫേസ് ഫ്രെയിമിംഗ് ലെയേഴ്സ് ഭയങ്കര സോഫ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈൽസിന്റെ കൂടെയും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈലിൽ ഇപ്പൊ ലെയർ കട്ട് ചെയ്താലോ അല്ലെങ്കിൽ കുറച്ച് ലോങ്ങർ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കട്ട് ചെയ്താലോ ഫേസ് ഫ്രെയിമിംഗ് ലെയേഴ്സ് മാത്രം എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്തുക. ഈവൻ ഹെയറിന്റെ ലെങ്ത് പോലും അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓരോ 5 ഇയേഴ്സിലും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോൾ. ആൻഡ് ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹെയർ കളറിന്റെ കാര്യമാണ്. ഇപ്പൊ ഇതുവരെ ഹെയർ കളർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒരു മേജർ ചേഞ്ചിന് വേണ്ടി ചെറിയ രീതിയിലൊരു ഹെയർ കളർ ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഡ്രമാറ്റിക് ആയിട്ടുള്ള കളേഴ്സിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. സട്ടിൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തുന്ന രീതിയിലുള്ള ഒരു കളർ, കുറച്ച് ഡാർക്കർ ടോണിലുള്ളത് തന്നെ, എന്നാൽ ചെറിയ രീതിയിൽ ഒരു ലൈറ്റൻ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ ഫേസ് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റൻ ആവുകയും ചെയ്യും, ഫേസ് കുറച്ചും കൂടി ഒന്ന് ഗ്ലോ ആവുകയും ചെയ്യും. അതും കൂടി ഒന്ന് കീപ്പ് ചെയ്യുക. തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഷാർപ്പ് ലിപ്സ്റ്റിക് എഡ്ജസ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ എല്ലാവരും, ഒരുവിധപ്പെട്ട എല്ലാവരും ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നവരാണ്. ഈ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് അതിന്റെ എഡ്ജസ്, അതായത് ഈ 2 കോർണേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ക്യൂപ്പിഡ് ബോയ്ഡ് അവിടെ ഇങ്ങനെയുള്ള ഭാഗത്ത് ഷാർപ്പ് എഡ്ജസ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. മിക്ക ആൾക്കും ഞാൻ കാണാറുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണത്. നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് വേഗത്തിലായിരിക്കും, എസ്പെഷ്യലി ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ. അപ്പോൾ ഈ എഡ്ജസ് ഒക്കെ ഒന്നും കറക്റ്റ് ആയിട്ടായിരിക്കില്ല ഇരിക്കുക. ആൻഡ് ഓൾസോ അതിന്റെ എഡ്ജസ് കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഷാർപ്പായിട്ടായിരിക്കും ഇരിക്കുക. അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് സോഫ്റ്റൻ ചെയ്യുക. അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഫിംഗർ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ബഡ്സ് എടുത്തിട്ടോ ജസ്റ്റ് ആ ഒരു എഡ്ജ് മാത്രം ഒന്ന് സോഫ്റ്റൻ ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആൻഡ് ലുക്ക് കിട്ടുകയും ചെയ്യും, അത് ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ആൻഡ് നമ്മൾ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ഈ ലിപ്സിന്റെ കോർണറിലേക്കോ എഡ്ജസിലേക്കോ അങ്ങനെയാണെങ്കിൽ ആ കോൺസെൻട്രേഷൻ പോവില്ല. സോ നമ്മളെ മൊത്തത്തിലാണ് അവർ കാണുക. ആൻഡ് ഓൾസോ ഈ ലിപ്സ് നമ്മളുടെ സ്കിന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മൊത്തം മേക്കപ്പിന്റെ കൂട്ടത്തിൽ ആക്ച്വലി ഭയങ്കര ബ്ലെൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വിയറിംഗ് ടു മെനി ഫോക്കൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ, ഒരാൾ നമ്മളെ കാണുന്ന സമയത്ത് നമ്മളെ പെട്ടെന്ന് നോക്കുമ്പോൾ
ഒരുപാട് ഫോക്കൽ പോയിന്റ്സ്, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറേ പോയിന്റ്സ് നമ്മളിൽ കാണുകയാണെങ്കിൽ ഭയങ്കര ക്ലാഷി ആയിട്ട് തോന്നും, ഭയങ്കര ഓവർവെംഡ് ആയിട്ട് തോന്നും. അതായത് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ നോട്ടബിൾ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ പറയുന്ന പോലെ കണ്ണ് എന്ന് പറയുന്നത്, ലിപ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് രണ്ടും നമ്മൾ എൻഹാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും ആക്ച്വലി നമ്മളൊരു കണ്ണ് നന്നായിട്ട് എഴുതുന്നുണ്ട്, ലിപ്സ് കുറച്ച് ബ്രൈറ്റർ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഔട്ട്ഫിറ്റ് എപ്പോഴും കുറച്ച് അധികം കളർഫുൾ അല്ലാത്തത് നോക്കുക. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഇയറിങ്ങിന്റെ കാര്യത്തിലും ഒരുപാട് ലൗഡർ ആയിട്ടുള്ള കളേഴ്സോ അങ്ങനെയുള്ള ഒന്നും വരാതിരിക്കാൻ വേണ്ടി നോക്കുക. ബിക്കോസ് ഒരുപാടായാൽ, ഇതെല്ലാം കൂടി ഒരുപാടായാൽ ഭയങ്കര ക്ലാഷി ആയിട്ട് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താ പറയുക, അട്രാക്റ്റീവ് അല്ലാത്തതുപോലെ തോന്നും. ആൻഡ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്തോ നമുക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതുപോലെ തോന്നും. ഓൾസോ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഫേസ് ഭയങ്കര കുഞ്ഞിതാണെങ്കിൽ നമ്മൾ ഐസിലേക്കും അതേസമയം ലിപ്സിലേക്കും ഇത് രണ്ടും ഭയങ്കര കാര്യമായിട്ട് മേക്കപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ബ്ലഷോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അല്ലെങ്കിൽ ഫേസ് ഭയങ്കരമായിട്ട് കോണ്ടോർഡ് ആയിട്ട് ഫീൽ ചെയ്യും, ഫേസ് ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ക്ലംസി ആയിട്ട് ഫീൽ ചെയ്യും. അതല്ല, നിങ്ങളുടെ ഫേസ് ആക്ച്വലി കുറച്ച് വലുതാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഐസും അറ്റ് ദ സെയിം ടൈം ലിപ്സും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. പക്ഷെ അപ്പോഴും ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും. കുറച്ച് സട്ടിലായിട്ടുള്ള കളേഴ്സ് ഡ്രസ്സിൽ യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലത്. ഫിഫ്ത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നെഗ്ലക്റ്റിംഗ് ഐബ്രോസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഐബ്രോസ് എന്ന് പറയുന്നതും ഹെയറിനെ പോലെ തന്നെ നമ്മുടെ ഫേസിനെ ഫ്രെയിം ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഐബ്രോസ് എപ്പോഴും പ്രോപ്പറായിട്ട് ഗ്രൂംഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. ഐബ്രോസ് ഭയങ്കര സ്പാർസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓൾസോ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ എപ്പോഴും ഈ അപ്പർ പോർഷനിൽ അധികം ഐബ്രോസ് എടുക്കാതിരിക്കുക, ഹെയർസ് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പർ പോർഷനിൽ നിന്ന് ഹെയർസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ളതും കൂടെ എടുത്തു കഴിയുമ്പം നോർമലി മുകളിൽ അധികം ഉണ്ടാവില്ല. നെക്സ്റ്റ് ടൈം വീണ്ടും നിങ്ങൾ ത്രെഡിങ്ങിന് പോകുമ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ടാവില്ല, അത് കുറച്ചും കൂടി അവരെടുക്കും, കുറച്ചും കൂടി അത് ഡിഫൈൻഡ് ആക്കും. സോ എന്താ സംഭവിക്കുക വെച്ചാൽ ഐബ്രോസ് മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി വരും. സോ അത് ഡ്രൂപ്പി ആയിട്ട് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ഏജ് കുറച്ചും കൂടെ തോന്നും. അതുകൊണ്ട് തന്നെ ഐബ്രോസ് എപ്പോൾ എടുക്കാൻ പോയാലും, ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയാലും ഐബ്രോസിൽ ഈ മുകളിലത്തെ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വിട്ടേക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് അധികം ഹെയർസ് അവിടെ നിന്ന് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫേസ് ഭയങ്കര വലിയൊരു ഫേസ് ആണെങ്കിൽ നിങ്ങൾ ഭയങ്കര തിന്നായിട്ടുള്ള ഐബ്രോസ് കീപ്പ് ചെയ്യുന്നതല്ല നല്ലത്. ഭയങ്കര തിക്കറായിട്ട് തന്നെ ഐബ്രോസ് കീപ്പ് ചെയ്യുക, തിക്കറായിട്ട് തന്നെ ഫിൽ ചെയ്യുക. നേരെ മറിച്ച് ചെറിയൊരു ഫേസ് ആണെങ്കിൽ, ഫേസിന് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മളുടെ ഐസിൻ്റെയും ഈ ഐബ്രോസിൻ്റെ ഈ ഒരു ആർച്ചിൻ്റെയും ഈ ഒരു ഭാഗത്തെ ഗ്യാപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഐസ് ഓപ്പൺ ആയതുപോലെ ഫീൽ ചെയ്യും. ആൻഡ് ഓൾസോ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റർ ആയതുപോലെയും ഫീൽ ചെയ്യും. സിക്സ്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർ എക്സ്ഫോളിയേറ്റിംഗ് ആൻഡ് അണ്ടർ മോയ്സ്ചറൈസിംഗ് ആണ്. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ സ്കിൻ കെയറുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത മിസ്റ്റേക്സ് ആണ്. ഇത് സ്കിൻ കെയറുമായിട്ട് റിലേറ്റ് ചെയ്ത മിസ്റ്റേക്ക് ആണ്, അതായത് ഓവർ എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എനിക്കറിയാം, എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെ ഒക്കെ മാറ്റുന്ന, ക്ലീൻ ആയിട്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ വീക്ക്ലി ഒരു 2-3 തവണയൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. ഞാൻ പറഞ്ഞത് ജെന്റിലായിട്ടുള്ള എക്സ്ഫോളിയേഷൻ ആണെങ്കിൽ ഓക്കെ, അതായത് നമ്മുടെ ലാക്റ്റിക് ആസിഡിന്റെ പീൽ ഒരു 5% താഴെ അല്ലെങ്കിൽ 10% താഴെയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മൾ നോർമലി കാണുന്നത് പോലെ ഒരു AHA 30% അല്ലെങ്കിൽ 15% അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള പീൽസ് ആണ് നിങ്ങൾ കെമിക്കൽ എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓവറായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്കിന്നിന് ഒട്ടും നല്ല കാര്യമല്ല. സ്കിന്നിനെ ഡ്രൈ ആക്കും, സ്കിന്നിനെ കൂടുതൽ ഡാമേജ് ആക്കും, ബാരിയർ പ്രശ്നത്തിലാക്കും, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആൻഡ് ഓൾസോ അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മോയ്സ്ചറൈസ് ചെയ്യാതിരിക്കുന്നത്. ആവശ്യത്തിന് ആക്ച്വലി നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം. സപ്പോസ് ഇപ്പോൾ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ്റെ കൂട്ടത്തിൽ നിന്ന് ഈ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്നാലും നൈറ്റ് ടൈമിൽ എന്താണെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ചില ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ്, സ്കിന്ന് ഭയങ്കര ഓയിലി ആയതുകൊണ്ട് ഓയിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ലെങ്കിൽ സ്കിന്ന് കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പിമ്പിൾസ് വരാനുള്ളൊരു ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതും അണ്ടർ മോയ്സ്ചറൈസ് ചെയ്യുന്നതും ഇത് രണ്ടും നിങ്ങൾ നിർത്തണം. അത് രണ്ടും കാര്യമായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ആൻഡ് സ്കിന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫ്ലോലെസ് ആയിട്ടും ഒരു ഗ്ലാസ് സ്കിൻ പോലെയും ഒക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് 7th മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സെയിം മേക്കപ്പ് ഓവർ ഇയേഴ്സ് എന്നുള്ളതാണ്.
അതായത് നമ്മൾ പല പ്രായത്തിലുള്ള ആൾക്കാരാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഭയങ്കര സൂട്ടബിളായി തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു മേക്കപ്പ് ഉണ്ടാവും. അത് നമ്മുടെ ഒരു സിഗ്നേച്ചർ മേക്കപ്പായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സിഗ്നേച്ചർ മേക്കപ്പ് ഉണ്ടെങ്കിലും അത് ഇപ്പോൾ ഒരു 5 ഇയേഴ്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഓക്കെയാണ്. പക്ഷെ 5 ഇയേഴ്സിന് മേലെ ഇതേ സെയിം ഒരു സിഗ്നേച്ചർ മേക്കപ്പ് നിങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. ബിക്കോസ് നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും ഏജിനനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ സട്ടിലായിട്ട് ഇപ്പം ലിപ്സിൻ്റെ ഒക്കെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. കുറച്ച് ഏജായി കഴിയുമ്പോൾ ലിപ്സ് ഒക്കെ കുറച്ച് തിന്നർ ആവാൻ തുടങ്ങും. അപ്പോൾ ലിപ്സ് കുറച്ച് തിന്നർ ആവാൻ തുടങ്ങുമ്പോൾ ഫുള്ളറായിട്ട് തോന്നിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്സിലേക്ക് മെല്ലെ മാറാൻ നോക്കുക. അതല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്താലും മതി. ഇത്ര നാളും മാറ്റാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുള്ളറായിട്ട് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രീമി ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്താൽ മതിയാവും. ആൻഡ് അതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള ഇപ്പൊ കോൺടൂർ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളിലും. കോൺടൂർ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഫേസ് ഭയങ്കര സ്ലിമ്മറായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കോൺടൂർ ചെയ്യുക. പക്ഷെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ, ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കോൺടൂറും കൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡ്രൈ പാച്ചസ് ആയിട്ടായിരിക്കും ആ ഡാർക്ക്നെസ് ഉണ്ടാവുക. അത് നമ്മുടെ ഫേസിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലെ തോന്നിക്കാനൊരു കാരണമാവാം. ആൻഡ് ഓൾസോ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷന്റെ കാര്യത്തിലാണ്. ഫൗണ്ടേഷന്റെ കാര്യത്തിൽ നമ്മൾ ആക്ച്വലി മാറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെ വാങ്ങണം. അതല്ലാതെ നേരത്തെ യൂസ് ചെയ്ത് അതേ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചും കൂടെ കേക്കി ആവും, കുറച്ചും കൂടെ ഡ്രൈ ആവും, നിങ്ങളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രായം തോന്നുകയും ചെയ്യും. സോ ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് നോക്കുക. അതായത് മേക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു 5 ഇയേഴ്സോ 10 ഇയേഴ്സോ അല്ലെങ്കിൽ ഒരു 4 ഇയേഴ്സോ ഒക്കെ കൂടുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഉള്ളതുപോലെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും മൊത്തത്തിലുള്ള നമ്മളുടെ ലുക്കിൻ്റെയും ഒക്കെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിനകത്ത് അപ്ഡേഷൻസ് കൊണ്ടുവരാൻ നോക്കുക. 8th മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഗോയിങ് ബിഹൈൻഡ് ട്രെൻഡ്സ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നത് ട്രെൻഡ്സ് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്താണ് ട്രെൻഡ്സിൽ ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് അതായിരിക്കും കൂടുതൽ സമയത്തും ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കുക. സോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതൊക്കെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക. പക്ഷേ ഇത് ട്രെൻഡ് ആണെന്ന് അവെയർ ആയിരിക്കുന്നതോട് കൂടി തന്നെ നമ്മൾക്ക് ഈ ട്രെൻഡ് സ്യൂട്ടബിൾ ആവോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ആ ട്രെൻഡിൻ്റെ പുറകെ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്രോക്സിൻ്റെ ഒരു ട്രെൻഡ് വന്നിട്ട് ഒരുപാട് കാലമായി. എനിക്ക് നോർമലി ക്രോക്സിനോട് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ബിക്കോസ് അതെനിക്ക് അതിൻ്റെ ഷേപ്പ് വലിയ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അത് കംഫർട്ടബിൾ ആണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഭയങ്കര ഡ്യൂറബിൾ ആണ്, ആ ഒരു കാര്യത്തിലും സംശയമില്ല. പക്ഷെ അതിൻ്റെ ഷേപ്പ് എൻ്റെ പേഴ്സണാലിറ്റിയുമായിട്ട് യോജിക്കാത്ത പോലെയാണ് എനിക്ക് തോന്നുക. ഞാൻ വിയറ്റ്നാമിൽ ട്രിപ്പ് പോകുന്ന സമയത്ത് ആക്ച്വലി എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫുഡ് വെയറിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അവിടുന്ന് ക്രോക്സ് വാങ്ങുകയും ചെയ്തു, ഞാനത് യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷെ സ്റ്റിൽ എനിക്കറിയാം അത് ഈ പറഞ്ഞ പോലെ കംഫർട്ടബിലിറ്റിയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ക്രോക്സ് ഓക്കെയാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു വൈബുമായിട്ട് ചേരാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുക ക്രോക്സ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ട്രെൻഡിനനുസരിച്ചിട്ട് പോകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ട്രെൻഡിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും എന്താ പറയുക കറന്റ് ട്രെൻഡ്സിൻ്റെ കൂടെ പോവാത്ത ഒരാളോ അല്ലെങ്കിൽ കുറച്ച് ഫാഷനബിൾ അല്ലാത്ത ഒരാളോ ആയിട്ട് നമ്മൾ ആരും കൺസിഡർ ചെയ്യില്ല. ബിക്കോസ് നമുക്ക് നമ്മളുടെ ഒരു ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ഓൾസോ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്നും നമ്മുടെ ബോഡി ഷേപ്പ് എന്താണെന്നും നമ്മളുടെ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു വൈബ് എന്താണെന്നും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഒരു സമയത്ത് ഇപ്പോൾ കൂടുതലായിട്ടും ഗ്ലോസി ലിപ്സ് ഭയങ്കര പോപ്പുലറാണ്, ഭയങ്കര ട്രെൻഡിങ് ആണ്. ആൻഡ് എല്ലാവരും ലിപ് ഗ്ലോസസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് മാറ്റ് ലിപ്സ്റ്റിക് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ മാറ്റ് ആയിട്ടുള്ള ലിപ്സ് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. കുറച്ചും കൂടെ അതായത് അതിലേക്ക് ലിപ്സിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ താല്പര്യമില്ലാത്തവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ആ ട്രെൻഡിൽ വീഴരുതെന്നാണ്. ആ ലിപ് ഗ്ലോസ് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 9th മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ട്രൈങ് ടു ഫിക്സ് സംതിങ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഫ്ലോസ് ഉള്ളവരാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഫേസിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡാർക്ക് സർക്കിൾ ഉണ്ടാവാം, ബോഡിയിൽ ചിലപ്പോൾ നന്നായിട്ട് തടി ഉണ്ടാവാം. അപ്പം നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുമ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഇതിനൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഡാർക്ക് സർക്കിളിന് നമ്മൾ കളർ കറക്റ്റർ വെച്ച് ഹൈഡ് ചെയ്തു, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ആക്ച്വലി തടി തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഡ്രസ്സ് മാക്സിമം നോക്കിയിട്ട് അതിനെ ചൂസ് ചെയ്തു, ഹെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഹെയർ ടോപ്പേഴ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ഹെയറിനെ ഒന്ന് വോളിയം ആക്കി എടുത്തു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് തോന്നുക നമ്മൾ ഭയങ്കര ചെറുതായ പോലെ തോന്നും.
അതായത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. നമ്മൾ ഭയങ്കര ചെറുതായതുപോലെ തോന്നും. ബിക്കോസ് നമ്മൾ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതും ഡ്രസ്സപ്പ് ചെയ്യുന്നതും ഒക്കെ. സോ അത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കിയിട്ട് പകരം ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ കീ ഫീച്ചർ, നമ്മുടെ ബെസ്റ്റ് ഫീച്ചർ നോക്കുക, അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുക. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ളതല്ല. ഇപ്പം ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് അത് ഹൈഡ് ചെയ്ത് പോവുക, ഭയങ്കര ഓവറായിട്ട് അത് ചെയ്യാതിരിക്കുക, വളരെ മിനിമലായിട്ട് അത് ചെയ്യുക. ആൻഡ് ഓൾസോ ഇപ്പോൾ ഹെയർ ടോപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഹെയർ ടോപ്പേഴ്സിന് പകരം ഹെയറിൽ എന്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഹെയർ ഒന്ന് കവേർഡ് ആയിട്ട് കിടക്കുമെന്ന് നോക്കുക. അത്തരത്തിൽ അതിനെ ഒന്ന് മാറ്റി നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറച്ചും കൂടി കൂടുകയും ചെയ്യും. നമ്മൾ എന്താ പറയുക, ഈ ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റീസിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങി പോകാതിരിക്കുകയും ചെയ്യും. നമ്മൾ നമ്മളായിട്ടിരിക്കുകയും ചെയ്യും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഏത് ചെയ്യുമ്പോഴും, അതായത് ഇപ്പോൾ ഡ്രസ്സപ്പ് ചെയ്യുകയാണെങ്കിട്ടെ, മേക്കപ്പ് ചെയ്യായിക്കോട്ടെ, ഹെയറിൻ്റെ കാര്യം നോക്കുകയായിക്കോട്ടെ, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കാര്യം നോക്കുകയായിക്കോട്ടെ, അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും മെയിനായിട്ട് ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്നും ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫീച്ചറിനെ എപ്പോഴും എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കാണുന്ന ഒരാൾക്ക് നിങ്ങളുടെ ഈ എൻഹാൻസ് ചെയ്തേക്കുന്ന നിങ്ങളുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഫീച്ചറിലേക്ക് അവരുടെ ലുക്ക് പോവുകയും ചെയ്യും. നിങ്ങൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഫോർഗെറ്റിംഗ് ദ എനർജി എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ എങ്ങനെയൊക്കെ ഡ്രസ്സപ്പ് ചെയ്താലും, എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്താലും, എങ്ങനെയൊക്കെ ഹെയർ സ്റ്റൈൽസ് ചെയ്താലും നമുക്കൊരു മൂഡ് ഉണ്ടാവും. നമ്മൾ ഭയങ്കര സാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അത് നമ്മുടെ ഫേസിൽ ഉണ്ടാവും. നമ്മൾ ഏത് വൈബിലുള്ളതാണെങ്കിലും ആ ഒരു എന്താണ് നമ്മുടെ വൈബ് എന്നുള്ളത് നമ്മുടെ ബോഡി ലാംഗ്വേജിലും ഉണ്ടാവും, നമ്മുടെ ഫേസിലും ഉണ്ടാവും, നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അതിലും ഉണ്ടാവും. സോ ആ ഒരു കാര്യം കൂടി നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മൾ എപ്പോഴും അട്രാക്റ്റീവായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജി നമ്മളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടൊന്നും ആൾക്കാരുടെ അടുത്ത് ഭയങ്കര സ്മാർട്ടറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ എന്താണോ, നിങ്ങളുടെ എനർജി എന്താണോ അതിനായിട്ട് അലൈൻ ചെയ്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിച്ചാൽ മതിയാവും. അതല്ലാതെ ഇപ്പോൾ സപ്പോസ് ഭയങ്കര സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പണായിട്ട് മേ ബി ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഇന്ന് കുറച്ച് ഓഫാണ്, ഞാൻ ഇന്ന് കുറച്ച് എൻ്റെ മൂഡ് അത്ര ശരിയല്ല എന്നുള്ള കാര്യം പോലും കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം കേൾക്കുന്ന ഒരാൾക്കാണെങ്കിലും ഓക്കെ, അവർ ഇന്ന് അവരുടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് കാരണമാണ് ഇവർ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്, അതല്ലാതെ ആ ഒരു ഒറ്റ കാര്യത്തിൻ്റെ പുറത്ത് അവർ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നും. സോ എനർജിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാതെ വേറൊരാൾക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, അപ്പോൾ അവരെ പോലെ ആവണം, അവരെ പോലെ സ്മാർട്ട് ആവണം, അവർ കാണിക്കുന്നതൊക്കെ കാണിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ നിങ്ങളായിട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഈ 10 മിസ്റ്റേക്കുകളും ഞാൻ ഈ പറഞ്ഞ ഈ 10 പോയിന്റ്സും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് നിങ്ങളിലെ പേഴ്സണാലിറ്റീനെ എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൻ്റെ മെയിൻ ഒരു എന്താ പറയുക അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിട്ടിരിക്കണം. ഭയങ്കര യുണീക്കാണ് ഓരോ ആൾക്കാരും. അപ്പോൾ ആ യുണീക്നെസ്സിന് നമ്മൾ ബേസ് ആയിട്ട് വെച്ചുകൊണ്ട് വേണം നമ്മളുടെ സ്റ്റൈലിംഗ് ആണെങ്കിലും നമ്മളുടെ ഗ്രൂമിംഗ് ആണെങ്കിലും നമ്മുടെ മേക്കപ്പ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.